ഇതാണ് എൻ്റെ വീട്, എൻ്റെ ഉമ്മ. എൻ്റെ പേര് അജ്മലാണ്. എനിക്കൊരു വീട് വേണം. ഈ വീട് എന്ത് പറ്റി? മൊത്തം പോയ വീട് കാണിക്കൂ വീട്. അജ്മൽ അതിന് വീട് കാണിക്കാനാന്ന് വിളിച്ചേ? അജ്മലിന്റെ വീട് എന്ത് പറ്റി? വീട് മൊത്തം പോയല്ലോ. ഇവിടെ താമസിക്കാൻ വന്ന് നിൽക്കുമോ? വരാൻ നിൽക്കാൻ നോക്കുമ്പോ ഇവിടെ കുറെ കള്ളം വരുമെന്നുള്ള പേര്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെയും കുറേ മനുഷ്യരുണ്ട്. വിധവയായി സഹോദരിയും രോഗിയായി മകനും കൂടി താമസിക്കുന്ന വീടിന്റെ ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം കാരണം ഇപ്പോൾ മനസമാധാനമില്ലാതെ കഴിയുകയാണ് ഈ പാവപ്പെട്ട കുടുംബം. സ്കൂളിൽ അജ്മൽ പഠിക്കുന്നത് UPS കടയ്ക്കൽ. വീടൊക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. വീട് റെഡിയാകുമ്പോൾ നമ്മൾ പിന്നെ ഒന്നുകൂടെ വീഡിയോ വരും. ചെയ്തില്ലേ? അപ്പം എല്ലായിടത്തും എന്തോ പറയാനുള്ള എല്ലായിടത്തും കാണുന്നവരെല്ലാം നമ്മൾ സഹായിക്കണം അല്ലേ? അപ്പൊ ഈ വീട് തന്നെ പൊളിഞ്ഞിരിക്കുമോ ഇല്ലയോ? വാപ്പ പോയതെന്നോ? വീടിന്റെ അവസ്ഥയൊക്കെ കൂട്ടുകാർക്കൊക്കെ അറിയോ ഇങ്ങനത്തെ വീടാണ്? ആരും പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് ഇതിനകത്തൂടെ പറയുന്നല്ലേ. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. വീടൊന്ന് കാണിച്ചാൽ അതിനകത്ത് പോയിട്ട്. ഇതാണ് അജ്മലിന്റെ വീട്. ഇവിടെ മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടോ? ഏതൊക്കെ മൃഗങ്ങളുണ്ട്? ശരിയുണ്ട് അല്ലേ? ഏത് സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്? കടയ്ക്കൽ UPS. ഉമ്മയുടെ ഉമ്മ വിധവ, അവരെ ഉമ്മ വിധവ. അവരിപ്പോ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. എല്ലാരും വിധവകളാ? മോനെ യത്തീമിനേക്കാൾ കഷ്ടമാണ്, മനസ്സിലായി? ആരുമില്ല. അപ്പൊ ഇവനൊരു ചെറിയ ഒരു കിടക്കാടം വേണം. ഇവന് വേണ്ടിയാ, ആ സഹോദരിക്കും വേണ്ടിയാ ഇവനൊന്ന് കിടക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹായിക്കണം. ഈ ലോകത്ത് നിന്ന് എല്ലാവരും വിട്ടുപോകുന്നത്. അപ്പോൾ 1 രൂപയാണ് നിങ്ങൾക്ക് കഴിയുന്നതെങ്കിൽ അത് ഈ പൊന്നുമോന് വേണ്ടി സഹായിക്കണമെന്ന് ഞാൻ വിനീതമായി അള്ളാഹുവിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. ഇവരെ സഹായിക്കാൻ ആരുമില്ല. ഭേദമന്യേ എല്ലാവരും സഹായിക്കും. ഇവരെ സഹായിക്കാൻ നിലവിൽ ആരും ഇല്ലല്ലോ. ഇവർക്ക് ആരുമില്ല. ഇവർ 23 വർഷം കൊണ്ട് 10-20 വർഷം കൊണ്ട് വാടകയ്ക്കാണ് താമസം. വാടകയ്ക്ക് പൈസ കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഇവരൊരു ഞങ്ങളുടെ ഓഫീസിൽ വരികയും അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്താണ് ഇവർക്ക് ആ വാടക കൊടുക്കുകയും പിന്നെ ഇവർക്ക് ഒരു ചെറിയ ഉപജീവന മാർഗ്ഗമൊക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്, അരി അങ്ങനെയുള്ള സാധനങ്ങൾ. അതൊന്നും ശരിയാവില്ല. ഇവർക്കൊരു കിടക്കാടമാണ് അത്യാവശ്യം. ഇവൻ തന്നെ ഒരു രോഗിയാണ്, മനസ്സിലായി? ഇവനെ ആഴ്ച 2 പ്രാവശ്യം കണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ്. അപ്പോൾ ഇവനൊക്കെ ഭാവിയിൽ ഇവരൊക്കെ നല്ല മക്കളായി വളരും. അപ്പോൾ ഒരു കിടക്കാട് അത്യാവശ്യമാണ്. എല്ലാവരും സഹായിക്കണം. ഈ പൊന്നുമോന് 1 രൂപയെങ്കിലും ആരെങ്കിലും സഹായിച്ചാൽ, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് ദുനിയാവിലും ആഖിറത്തിലും ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉപകരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹായിക്കണം. ഇവനെയാണ് സഹായിക്കുക. നിങ്ങളെ കൊച്ചുമോന് അല്ലെങ്കിൽ നിങ്ങളെ മകൻ അല്ലെങ്കിൽ നിങ്ങളെ പെങ്ങളെ മകൻ അങ്ങനെ ഇവനെ കണ്ടുകൊണ്ട് ഈ യതീമായ പൊന്നുമോനെ സഹായിക്കാം. അസ്സലാമു അലൈക്കും.